നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. സന്ദർശകർക്ക് അത്ഭുത കാഴ്ചകളുടെ മായിക ലോകം തുറന്നിടുന്ന ദുബായ് ഗാർഡൻ ഗ്ലോയുടെ 10ാം പതിപ്പ് ഇന്ന് ആരംഭിച്ചു. 78 ദിർഹമാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. 3 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം സൗജന്യമാണ്. ഗാർഡൻ ഗ്ലോ ടിക്കറ്റ് എടുത്താൽ സവീൽ പാർക്കിലെ ദിനോസർ പാർക്കും സന്ദർശിക്കാം. LED ലൈറ്റുകളിൽ നിറങ്ങൾ ഉപയോഗിച്ച് സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നാണ് ഓരോ പതിപ്പിലും ഗാർഡൻ ഗ്ലോ സമ്മാനിക്കുന്നത്. മൃഗങ്ങൾ, പൂക്കൾ, പക്ഷികൾ എന്നിവയെല്ലാം വൈവിധ്യമാർന്ന നിറങ്ങളിലും രൂപങ്ങളിലും ജ്വലിച്ചു നിൽക്കുന്നത് പ്രത്യേകം കാണേണ്ട കാഴ്ചയാണ്. ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് ദുബായ് നഗരത്തിലെ വിനോദ കേന്ദ്രങ്ങളെല്ലാം പുതിയ സീസൺ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന മനുഷ്യജന്യമായ പരിസ്ഥിതി ദുരന്തങ്ങളെ ചെറുക്കാൻ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്നും അതിൻ്റെ ആരംഭം സ്കൂളുകളിൽ പ്രകൃതിയെ മനസ്സിലാക്കുന്ന ദീർഘവീക്ഷണമുള്ള ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ടാവണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. UAE ഹാബിറ്റാറ്റ് സ്കൂളിലെ സുസ്ഥിരതാ സംവാദത്തിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം സുസ്ഥിര വികസനത്തിന് യുവത്വത്തിനുള്ള പങ്കിനെക്കുറിച്ച് വിശദീകരിച്ചത്. പരിസ്ഥിതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ടുള്ള പ്രയാണം സാധ്യമല്ലെന്നും സ്വകേന്ദ്രീകൃതമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉടച്ചു വാർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൗദി മലയാളി സമാജം സാഹിതീയം പ്രതിമാസ വായന പരിപാടിയുടെ ഭാഗമായി പുസ്തക അവതരണവും ചർച്ചയും സംഘടിപ്പിച്ചു. നാടകം, നോവൽ, കഥ എന്നീ 3 വിഭാഗങ്ങളിലെ പുസ്തകങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഹേമന്ത് കുമാറിൻ്റെ നാടകം പേരറിവാളൻ നാടക സാംസ്കാരിക പ്രവർത്തകൻ ജേക്കബ് ഉദുബ് അവതരിപ്പിച്ചു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള സാധാരണക്കാരൻ്റെ സന്ദേഹവും ആശങ്കയും വിളിച്ചു പറയുന്ന നീതി നിഷേധത്തിൻ്റെ ജീവിക്കുന്ന പ്രതീകമായി മാറിയ അറിവാളൻ്റെ കഥ പറയുന്ന പുസ്തകാവതരണം ഏറെ ശ്രദ്ധേയമായി. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.